Hello all, today we are going to discuss about markdown policy. So markdown policy എന്ന് പറഞ്ഞാൽ actually we are living in a highly competitive world അല്ലേ. സോ ബിസിനസ്സിനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെൻട്രി അവരുടെ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പല മെത്തേഡ്സ് അവർക്ക് ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് മാർക്ക് ഡൗൺ പോളിസി. ആൻഡ് മാർക്ക് ഡൗൺ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദിസ് ഇൻവോൾവ്സ് റെഡ്യൂസിങ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ടു എൻകറേജ് സെയിൽസ് ആൻഡ് ക്ലിയർ ഔട്ട് എക്സസ് സ്റ്റോക്ക്. സോ സെയിൽസിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ പ്രൈസ് കട്ട് ഡൗൺ ചെയ്യുന്നു, സോ ദാറ്റ് ദേ ക്യാൻ ഈസിലി ക്ലിയർ ഔട്ട് ദ എക്സസ് സ്റ്റോക്ക്. എ മാർക്ക് ഡൗൺ ഇസ് ദ റിഡക്ഷൻ ഇൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് മാർക്ക് ഡൗൺ. ഇതുവഴി അവർക്ക് സെയിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, എക്സസ് ഇൻവെൻട്രി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് പ്രോഡക്റ്റ്സൊക്കെ കൂടുതൽ ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് നമുക്ക് അവർക്ക് ആ കമ്പനീസിനെ അത് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി ടെമ്പററി, അതൊരു ടെമ്പററി ആകാം, സച്ച് ആസ് ഫോർ പ്രൊമോഷണൽ ഇവൻറ്റ്സ് ഓർ സീസണൽ സെയിൽസ് അതിനാവാം. സംടൈംസ് അതൊരു പെർമനൻറ്റുമാകാം, സച്ച് ആസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ, ഷിഫ്റ്റ്സ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ്, അല്ലെങ്കിൽ ടു സ്റ്റേ കോമ്പറ്റേറ്റീവ് വിത്ത് അതർ റീറ്റെയിലേഴ്സ്. അതർ റീറ്റെയിലേഴ്സിൻ്റെ പോലെ കോമ്പറ്റേറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് മാറിയിട്ടുണ്ടെങ്കിലും ഈ മാർക്ക് ഡൗൺ എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രാറ്റജി ആക്കാം. സംടൈംസ് അത് ടെമ്പററി ആയിരിക്കും. സോ ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. മാർക്ക് ഡൗൺ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് റിഡക്ഷൻ ഇൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. So reduction is in the selling price of a product. That policy is known as markdown policy. Then what are the objectives of markdown policy? മെയിൻലി പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് സീസണൽ പ്രോഫിറ്റ്. ഇറ്റ് ടു കീപ് സീസണൽ ഐറ്റംസ് പ്രോഫിറ്റബിൾ ആൻഡ് അവോയ്ഡ് വേസ്റ്റ് ബിഫോർ ദ സീസൺ എൻഡ്സ്. അപ്പോൾ പെർട്ടിക്കുലർ സീസണിൽ മാത്രം വിറ്റ് പോകുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ആ സീസൺ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ആ ഒരു മാർക്ക് ഡൗൺ പോളിസി അവർക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് റിലേറ്റഡ് തിങ്സ് പ്രോഡക്റ്റ്സ്. സോ അങ്ങനെയുള്ള ക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആ ടൈമിൽ മാത്രമേ അവർക്ക് സെയിൽ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ക്രിസ്മസിൻ്റെ പീരീഡ് എൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഒരു പക്ഷേ മാർക്ക് ഡൗൺ പോളിസി ചൂസ് ചെയ്യാവുന്നതാണ്. Then second objective, to increase sales. That is to increase sales of product that are in selling well. നന്നായി സെയിൽ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്ട്സിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഈ മെത്തേഡ് ചൂസ് ചെയ്യാം. ദെൻ തേർഡ് വൺ, എൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ സെയിൽസ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എൻഡ് ചെയ്യാൻ പോകുന്നെങ്കിൽ, അപ്രോച്ച് എൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ അതിന് വേഗം സെല്ല് ചെയ്ത് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് പറ്റും. ആൻഡ് കസ്റ്റമർ എക്വിസിഷൻ, അതായത് ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ് ബൈ ഓഫറിങ് ഡിസ്കൗണ്ട്സ് ഓൺ സർട്ടൺ പ്രോഡക്ട്സ്. ആൻഡ് പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട്, ടു ക്ലിയർ ഔട്ട് ദ എക്സസ് ഇൻവെൻട്രി. സോ ദെൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്ക് ഡൗൺ പോളിസി. ദ ഫസ്റ്റ് വൺ, ടു ക്ലിയർ ഔട്ട് എക്സസ് ഇൻവെൻട്രി. തന്നെ എക്സസ് ഇൻവെൻട്രി ക്ലിയർ ചെയ്യാൻ ഹെൽപ്സ് ക്ലിയർ ഓൾഡ് സ്റ്റോക്ക്. അത് തന്നെയാണ് എക്സസ് ഇൻവെൻട്രി ക്ലിയർ ചെയ്യാമെന്ന് പറയുന്നത്. ദെൻ ബൂസ്റ്റ് സെയിൽസിന് ഇൻക്രീസ് ചെയ്യാൻ, അതായത് പ്രോപ്പറായിട്ട് ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുത്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് വഴി സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ്സ് ക്യാഷ് സെയിൽസ്. അതായത് റെഗുലർ പ്രൈസിന് സെല്ല് ചെയ്യാതെ കുറച്ചും കൂടി ലോ പ്രൈസിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. കീപ്സ് ഇൻവെൻട്രി ഫ്രഷ്. അതായത് അൺസോൾഡ് ഇൻവെൻട്രി ഒക്കെ വേഗം തന്നെ സെല്ല് ചെയ്ത് അവർക്ക് ആ ഒരു ഇൻവെൻട്രി എപ്പോഴും ന്യൂ ഐറ്റംസ് ആയിട്ട് തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അട്രാക്ട് ബഡ്ജറ്റ് കോൺഷ്യസ് ഷോപ്പേഴ്സ്. ചില കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട്സ് മാത്രം നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നോക്കി ബഡ്ജറ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സോ അവർക്കും ഇത് വളരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ മാർക്ക് ഡൗൺ പോളിസി യൂസ് ചെയ്യുന്നു. സ്റ്റേസ് കോമ്പറ്റേറ്റീവ് ആൻഡ് എൻകറേജ് ഇമ്പൾസ് പർച്ചേസസ്. മിസ് അന്ന് പറഞ്ഞു തന്നിരുന്നു, അൺപ്ലാൻഡ് പർച്ചേസിനെയാണ് നമ്മൾ ഇമ്പൾസ് പർച്ചേസ് എന്ന് പറയുന്നത്. സോ പെട്ടെന്ന് ഒരു ഷോപ്പിൽ പോയി ഇങ്ങനെ ഒരു ഓഫർ കാണുമ്പോൾ നമ്മൾ അത് ആക്ച്വലി അത് പ്ലാൻ ഇല്ലെങ്കിൽ കൂടി ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ഇമ്പൾസ് പർച്ചേസ് എന്ന് പറയുന്നത്. സോ ഈ മാർക്ക് ഡൗൺ പോളിസി encourages the impulse purchases.
ദെൻ വാട്ട് ആർ ദ ചലഞ്ചസ് ഓഫ് മാർക്ക്ഡൗൺ സ്ട്രാറ്റജി? മേജറായിട്ട് 5 ചലഞ്ചസ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, റെഡ്യൂസ് പ്രോഫിറ്റ് മാർജിൻ. നമ്മൾ പ്രൈസ് ലോ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിലിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിനും കുറയും. ഡിസ്കൗണ്ട് എക്സ്പെക്റ്റേഷൻസ്, അതായത് കസ്റ്റമേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു ഡിസ്കൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യും. നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, മാർക്ക്ഡൗൺ പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസ്കൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യും. ബ്രാൻഡ് ഇമേജ് ഡാമേജ്, അതായത് ഇറ്റ് ഹേർട്സ് ബ്രാൻഡ് ഇമേജ്. അതായത് എപ്പോഴും നമ്മളിങ്ങനെ ലോ പ്രൈസിന് കൊടുക്കുമ്പോൾ ദേ വിൽ ബി ഡൗട്ട്ഫുൾ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അവർക്ക് തോന്നാം, കസ്റ്റമേഴ്സിന് തോന്നാം, നമ്മൾ ഒറിജിനൽ പ്രൈസിനേക്കാളും താഴെ കൊടുക്കുമ്പോൾ ആ ഒരു വർത്ത്ഫുൾ അല്ല, അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസിന് ആ ഒരു പ്രോഡക്റ്റ് വർത്ത്ഫുൾ അല്ല എന്ന് തോന്നാം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കര ലോവർ ആണെന്നൊക്കെ തോന്നാം. സോ ദിസ് എഫക്ട്സ് എ ബ്രാൻഡ്സ് റെപ്യൂട്ടേഷൻ. ദെൻ ദ ടൈമിംഗ് ഇഷ്യൂസ്, ദാറ്റ് ഈസ് എ റോങ് ടൈമിംഗ്. അതായത് ഇഫ് മാർക്ക്ഡൗൺ ഹാപ്പൻസ് ടു ലേറ്റ്, പ്രോഡക്റ്റ് മൈറ്റ് നോട്ട് സെൽ. If they happen too early, the store might miss out on full price sales before the product loses value. അതായത് വളരെ വൈകിട്ടാണ് ഈ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് പോകണമെന്നില്ല. നമ്മളിത് ഏർലി ആയിട്ട് ചെയ്താൽ, അതൊരു ന്യൂ പ്രോഡക്റ്റ് ആയിരുന്നു, അതിന് നല്ല മാർക്കറ്റബിലിറ്റി ഉണ്ടായിരുന്നു, സ്റ്റിൽ നമ്മൾ മാർക്കറ്റ് ഡൗൺ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ് ഇല്ല. അതായത് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് മുമ്പേ നമ്മൾ മാർക്ക് ഡൗൺ പോളിസി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്. Then the inventory problems. Sometimes markdowns don't work if there is too much stock to clear. അതായത് വളരെയധികം എക്സസ് ഇൻവെൻട്രി ഉണ്ടെങ്കിൽ ഈ മാർക്ക് ഡൗൺ പോളിസിയും ഒന്നും വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ ചലഞ്ചസ് ഓഫ് മാർക്ക് ഡൗൺ സ്ട്രാറ്റജി. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് മാർക്ക് ഡൗൺ പോളിസി, അല്ലെങ്കിൽ വാട്ട് കോസസ് റീറ്റെയിലേഴ്സ് ടു മാർക്ക് ഡൗൺ. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? ഒന്നാമത്തെ കാരണം ഓവർ സ്റ്റോക്ക്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ഇതിലെ റീസൺസ് ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓവർ സ്റ്റോക്ക്, പ്രൊമോഷണൽ ഇവൻറ്റ്സ്, ഇപ്പോൾ എന്തെങ്കിലും ക്ലിയറൻസ് ഇവൻറ്റ്സിൻ്റെ ഭാഗമായിട്ടോ സ്പെഷ്യൽ പ്രൊമോഷൻസിനൊക്കെ വേണ്ടിയിട്ടോ ഒക്കെ ഈ മാർക്ക് ഡൗൺ പോളിസി അഡോപ്റ്റ് ചെയ്യാം. ദെൻ എൻഡ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റിന് ആദ്യം ഇൻട്രൊഡക്ടറി സ്റ്റേജ് ഉണ്ടായിരിക്കും, പിന്നെ ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഡിക്ലൈൻ സ്റ്റേജും ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് എന്ത് സംഭവിക്കും? ആ ഒരു ക്ലോസിലേക്ക്, ആ ഒരു ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വെൻ ദ പ്രോഡക്റ്റ്സ് നിയർ ദ എൻഡ് ഓഫ് ദ ലൈഫ് സൈക്കിൾ, ഏതായിരിക്കും നല്ലത്? സെയിൽസ് വെലോസിറ്റി കുറയും, അതായത് സെയിൽസിന് സ്പീഡ് കുറയും. സോ ആ സമയത്ത് ഈ മാർക്ക് ഡൗൺ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് കോമ്പറ്റീറ്റർ പ്രൈസിങ്, അതായത് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഇതേ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ കമ്പനി ഷുഡ് അഡോപ്റ്റ് ദ മാർക്ക് ഡൗൺ പോളിസി. ദെൻ പ്രൈസിങ് ഇഷ്യൂസ്, അതായത് സംടൈംസ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ഫെയർ ആൻഡ് കോമ്പറ്റേറ്റീവ് പ്രൈസസ് വെൻ ഷോപ്പിംഗ്, ആൻഡ് setting initial base prices too high may discourage customers from purchasing items. സോ അങ്ങനെ ഒരു നമ്മൾ ഇനീഷ്യലി ഹൈ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അതിനോട് പരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് സെല്ല് ചെയ്ത് പോകണമെന്നില്ല. സോ ടു ലെസ് ആയാലും കസ്റ്റമേഴ്സ് വിചാരിക്കും ആ ഒരു പ്രോഡക്റ്റ് സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കും. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു പക്ഷേ ഈ മാർക്ക് ഡൗൺ പോളിസിയിലേക്ക് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ പ്രൊമോഷണൽ ഇവൻറ്റ്സ് മിസ് പറഞ്ഞതായിരുന്നു. ദെൻ ദ ഡാമേജ്ഡ് പ്രോഡക്റ്റ്, ഡാമേജ് ഓർ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. അതെന്താ പറയുന്നത്? അതായത് ഡിസ്പ്ലേ യൂണിറ്റ്സ്, റിട്ടേൺഡ് ഐറ്റംസ് വിത്ത് മൈനർ ഡിഫക്റ്റ് ഓർ ഡാമേജ് മേ ബി മാർക്ക്ഡ് ഡൗൺ ഫോർ സെയിൽ ടു അവോയ്ഡ് ലോസ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഡിഫക്ട്സ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കാം, പക്ഷേ സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ വൺസ് സെൽ ചെയ്തിട്ട് അത് റിട്ടേൺ വന്ന ഐറ്റംസ് ആയിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ മാർക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഇല്ലാതെ കുറച്ച് എമൗണ്ട് എങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് പറയുന്നത് ഹോളിഡേ പീരീഡ്സ്, അതായത് ഈ മാർക്ക് ഡൗൺ ചില സമയത്ത് മിസ് നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ്, ഹോളിഡേസ് ടൈം, അങ്ങനെയുള്ള പെർട്ടിക്കുലർ ടൈമിൽ മാത്രം യൂസ് ചെയ്യുന്ന റീറ്റെയിലേഴ്സും ഉണ്ട്. സോ ദീസ് ആർ ദ മേജർ റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് ദ മാർക്ക് ഡൗൺ പോളിസി. ദെൻ ഹൗ ടു ക്രിയേറ്റ് ഓർ ബിൽഡ് എ സ്ട്രോങ് ഓർ ഇഫക്റ്റീവ് മാർക്ക് ഡൗൺ പോളിസി. എങ്ങനെയാണ് നമുക്കൊരു സ്ട്രോങ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്ക് ഡൗൺ പോളിസി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ഇൻവോൾവ് സർട്ടൻ സ്റ്റെപ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഐഡൻറ്റിഫൈ ദ പ്രോഡക്ട്സ്. സോ നമ്മൾ ആദ്യം മാർക്ക് ഡൗൺ പ്രൈസിങ് ക്യാമ്പയിൻ ചെയ്യാൻ ആവശ്യമുള്ള പ്രോഡക്ട്സ് ഏതാണെന്ന് മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് ദ സീസണൽ ലൈഫ് ടൈം ഓഫ് ദ പ്രോഡക്ട്സ്,
അതായത് അത് ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രീവിയസ് സീസണിൽ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. സെറ്റ് ക്ലിയർ ഗോൾസ്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ഡൗൺ പോളിസി ചെയ്യാൻ പോകുന്നത്. സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ എക്സസ് സ്റ്റോക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ന്യൂ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനാണോ, അങ്ങനെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ഓർ ഇംപ്ലിമെൻറ്റിംഗ് ദ മാർക്ക് ഡൗൺ പോളിസി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാൽക്കുലേറ്റ് ദ പ്രൈസ് പോയിൻറ്റ്സ്, അതായത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മൾ മാർക്ക് ഡൗൺ ചെയ്ത് വരുന്ന ആ പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡിമാൻഡ്. ഡിറ്റർമിൻ ദ മാർക്ക് ഡൗൺ പെർസെൻറ്റേജസ്, അതായത് എത്ര പെർസെൻറ്റേജ് ആണ് ഒറിജിനൽ പ്രൈസിൽ നിന്ന് റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യണം. ക്രിയേറ്റ് ടൈം ഷെഡ്യൂൾ, അതായത് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുമ്പോൾ അത് പീരീഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ന് എൻഡ് ചെയ്യണം എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ക്യാമ്പയിൻ, അതായത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ദ ക്യാമ്പയിൻ, അതായത് നമ്മൾ വേരിയസ് ചാനൽസ് വഴി സോഷ്യൽ മീഡിയ സൈറ്റ്സിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റോർ ബോർഡുകൾ വഴിയോ ബുള്ളറ്റിൻ ബോർഡ്സ് വഴിയോ ഇമെയിൽ വഴിയോ എങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം, ഈ മാർക്ക് ഡൗൺ ചെയ്ത കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Then next one, we have to monitor the process, and the final one, we have to evaluate the success. So these are the steps involved in creating an effective markdown policy. So hope you all understand well. Thank you.